വൈറ്റ് കളറുള്ള ഒരു പാത്രം കിട്ടിയപ്പോൾ ഇതിലാവാം അടുത്ത പരീക്ഷണം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഹാൻഡിലൊക്കെ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹാൻഡ് ഊരിയെടുത്തത് കൂടാതെ ഇതിൻ്റെ ഈ വക്ക് ഭാഗത്ത് കുറച്ചിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്, അതും കൂടെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. സംഭവം എളുപ്പമാണെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്, പക്ഷെ കട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു കേട്ടോ. കാരണം ഈ ബോട്ടിൽ മുറിയാണ്ട നോക്കണമല്ലോ. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു പീച്ച് കളർ പെയിൻ്റാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് കളർ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഏത് കളർ വെച്ചിട്ട് ചെയ്താലും ഭംഗിയായിരിക്കും. പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് ഇതുപോലെയുള്ള ഡിസൈൻ ഉണ്ട് കേട്ടോ, പല പല കളർ വെച്ചിട്ട്. എല്ലാം ഭംഗിയുണ്ടെന്ന് വേണം പറയാൻ കേട്ടോ. ഏതാ കൂടുതൽ ഭംഗി എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാം നല്ല ഭംഗിയുള്ള തന്നെയാണ് കേട്ടോ. ഞാനൊരു പീച്ച് കളർ ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം വൈറ്റ് കളർ പെയിന്റ് എടുത്തിട്ട് ഇതേപോലെ പൂക്കൾ വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ പൂക്കൾ വരയ്ക്കുമ്പോൾ ഈ പൂക്കളുടെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ബ്രഷിനനുസരിച്ചിരിക്കും. ഞാൻ ഇതേപോലെയുള്ള ഒരു ബ്രഷ് എടുത്തുകൊണ്ട് എൻ്റെ പൂക്കൾ ഇങ്ങനെയാണ് കേട്ടോ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പൂക്കളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് എടുത്തിട്ട് റഫായിട്ടൊന്ന് എവിടെയെങ്കിലും വരച്ച് നോക്കിയിട്ട് അതേ ബ്രഷ് വെച്ചിട്ട് തന്നെ ഈ ബോട്ടിൽ അങ്ങ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പൂക്കൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് റൗണ്ടിലൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ റഫായിട്ട് വെറുതെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനേ. അങ്ങനെ എല്ലാ പൂക്കളും ഇതേ മഞ്ഞ കളറാക്കി എടുത്തപ്പോൾ തന്നെ ബോട്ടിൻ്റെ ലുക്ക് ആകെ മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ പൂക്കളുടെ അതേ കളറിലുള്ള ഒരു ലേസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മാക്രമേ ത്രെഡോ അല്ലെങ്കിൽ ജൂട്ടിൻ്റെ ത്രെഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഒന്നും അല്ലെങ്കിലും റിബൺ വെച്ചിട്ട് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതെങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ ഇതുപോലത്തെ മറ്റ് പേസ്റ്റൽ കളേഴ്സ് വെച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് എങ്ങനെ ഉപയോഗിക്കാനാണോ ഇഷ്ടം അങ്ങനെ ഉപയോഗിക്കാം.